ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. മിന്നൽ പ്രളയത്തിൽ വടക്കാഞ്ചേരി പുഴയിൽ പുഴപ്പാലത്തിന് സമീപം മണ്ണിടിഞ്ഞുകൂടി തുരുത്ത് രൂപപ്പെട്ടു. പുഴയിലെ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ മഴ പെയ്താൽ വീണ്ടും നഗരം വെള്ളത്തിൽ മുങ്ങുമെന്ന മുന്നറിയിപ്പുമായി പൊതുപ്രവർത്തകൻ വി അനിരുദ്ധൻ. കനത്ത മഴയിൽ കുത്തിയൊലിച്ചു വന്ന പെയ്ത്തുവെള്ളത്തിൽ മണ്ണും മാലിന്യങ്ങളും പുഴപ്പാലത്തിന് സമീപം അടിഞ്ഞുകൂടി പുഴയ്ക്ക് നടുവിലായി തുരുത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് പുഴ ഇരുവശത്തേക്കും ദിശ മാറി ഒഴുകുകയാണ്. കൂടുതൽ ഒഴുക്ക് കരിമരക്കാട് ശിവക്ഷേത്രത്തിന്റെ കുളത്തിനോട് ചേർന്ന ഭാഗത്താണ്. നിരവധി വീടുകളും കെട്ടിടങ്ങളുമുള്ള ഈ ഭാഗത്ത് ഇവയ്ക്കെല്ലാം പുഴയുടെ സ്വാഭാവിക ദിശ മാറി ഒഴുകൽ ദോഷം ചെയ്യും. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് പുഴയുടെ ആഴം വർദ്ധിപ്പിക്കണമെന്നും കുമ്മായച്ചിറ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നതിനാൽ പൊളിച്ചു നീക്കി ബദൽ സംവിധാനം ഒരുക്കണമെന്നും പൊതുപ്രവർത്തകനായ വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം യാതൊരു വിധത്തിലും ഇവിടെയില്ല. ഈ 2 നൂൽപ്പാലം പോലെയുള്ള വെള്ളമൊഴുകി പോവുകയും നടുക്ക് മണൽത്തിട്ടയായിട്ട് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡാം തുറന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകിപ്പോവുക? അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ പുഴയ്ക്കൊരു ചരിവുണ്ട്, ഒരു വളവുണ്ട്. ആ വളവിലേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ ആകെ കുമ്പായച്ചിറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള 3 ഹോളോട് കൂടിയാണ്. ഡാം തുറന്ന് ആ വെള്ളം വന്നാൽ ആ ഹോളിന് കവർ ചെയ്യാൻ പറ്റില്ല. അതോടുകൂടി ഈ ഒഴുകിപ്പോകാനുള്ള സ്ഥലവും ഇല്ല. അവിടെ കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വെള്ളം നേരെ അപ്പുറത്തേക്ക് എടുത്ത് അടിക്കുകയാണ്. അവിടുത്തെ താമസക്കാരുടെയും ആ ഫ്ലാറ്റിൻ്റെയും ഒക്കെ പുറത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുക. ആയതുകൊണ്ട് അധികാരികൾ ഏറ്റവും വേഗം ഇതിനകത്ത് ഇടപെട്ട് ഈ പുഴയ്ക്ക് വെള്ളമൊഴുകി പോകുന്നതിനുള്ള ആഴം കൂട്ടുകയും കുമ്മായച്ചിറ വേണ്ടുന്ന രീതിയിൽ വെള്ളമൊഴുകി പോകുന്ന സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.